ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മാർക്കോസ് സുവിശേഷം അധ്യായം 9. അക്കാലത്ത് അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. യേശു ഇരുന്നിട്ട് 12 പേരെയും അടുത്ത് വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. യേശു ഒരു ശിശുവിനെ എടുത്ത് അവിടെ മധ്യം നിർത്തി. അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശുശ്രൂഷയുടെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി സ്വന്തം ജീവൻ മോചന ദ്രവ്യമായി നൽകുവാനുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു ശിഷ്യന്മാരോട് മാത്രമായി ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു ഉടനെ കടന്നു പോകേണ്ട ജെറൂസലേം യാത്രയെക്കുറിച്ചാണ്. അവിടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അതിനെ വധിക്കുകയും ചെയ്യും. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും സ്പഷ്ടമായി അവരോട് പറഞ്ഞു. എന്നാൽ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വചനം അവർക്ക് മനസ്സിലായില്ല എന്നാണ്. ജീവിതത്തിൽ നാം പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സങ്കടവും അത് തന്നെയാണ്. ജീവിതത്തിൽ സൗഭാഗ്യവും സംതൃപ്തിയും വിജയവും ഉന്നതിയും മഹത്വവും സാമ്പത്തിക മേന്മകളും അഭിമാനവും എല്ലാം ലഭിക്കുമ്പോൾ നമുക്കത് എല്ലാം മനസ്സിലാകുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു, അതിൻ്റെ പിന്നിലെ നന്മ മനസ്സിലാകുന്നു. എന്നാൽ ജീവിതത്തിലെ സഹനങ്ങളെ, സങ്കടങ്ങളെ നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുക. എന്നാൽ യേശു തന്നെ അവരോട് അതിനെക്കുറിച്ച് വിവരിക്കുന്നുമുണ്ട്. ഓർക്കുക, ജീവിതത്തിലെ സഹനങ്ങൾ, ജെറൂസലേം യാത്രകൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൂടി ഉൾക്കൊള്ളുവാൻ മനസ്സാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അനുഗ്രഹീതമാവുക. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ 2ാമതായി ശിഷ്യഗണത്തെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ ചിന്ത, നിങ്ങൾ ലാളിത്യമുള്ളവരായിരിക്കണം, എളിമയുള്ളവരായിരിക്കണം, ശുശ്രൂഷ മനോഭാവമുള്ളവരായിരിക്കണം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാകാനുള്ള ആ ഒരു കൃപയും ബലവുമാണ് നിങ്ങളെ എൻ്റെ ശിഷ്യന്മാരാക്കുക. ഒരു ശിശുവിനെ എടുത്ത് യേശു കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. എൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ശിശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ബലഹീനത ഉൾക്കൊള്ളുക എന്നതാണ്. രോഗികൾ, ശാരീരിക മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർ, ശാരീരിക വൈകല്യങ്ങളുള്ളവർ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടവർ, തിരസ്കരിക്കപ്പെട്ടവർ, ഭവനരഹിതർ, അതാണ് കുഞ്ഞുങ്ങൾ. അതായത്
ലോകം മാറ്റി നിർത്തിയ തിരസ്കരിച്ചവരെ ദൈവത്തിന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണവർ. അവരെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്നു. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും. നമ്മുടെ ജീവിതം കരുണയും കരുതലും ആർദ്രതയും ആത്മാർത്ഥതയുമുള്ള കൃപയായി മാറും. ശിഷ്യത്വം ആഗ്രഹിക്കുന്നത് അപ്രകാരമാണ്. നമ്മുടെ ഗുരുവും നാഥനുമായ ക്രിസ്തു ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ ഇപ്രകാരം ചെയ്തുവെങ്കിൽ നിങ്ങളും പരസ്പരം ചെയ്യുവിൻ. ഈ ഒരു ലാളിത്യത്തിന്റെ ബലമാണ് ഈ ഭൂമിയിൽ നമ്മെ വിനയം അഭ്യസിക്കുവാൻ പഠിപ്പിക്കേണ്ടത്. വിശുദ്ധ ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. നാം എത്രമാത്രം വിനീതരാകുന്നുവോ അത്രമാത്രം സ്വർഗം നമ്മോട് അടുത്ത് നിൽക്കുകയും ദൈവം നമ്മെ ഉയർത്തുകയും ചെയ്യും. ഈ വിശുദ്ധ ദിനം നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാനും കുറച്ചുകൂടി എളിമയോടും വിനീത മനോഭാവത്തോടും കൂടി ജീവിച്ച് ദൈവഹിതം നിറവേറ്റുവാനും വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ